ജനങ്ങളുമായിട്ടുള്ള ഇൻ്റർഫേസ് എന്ന് പറയുന്നത് മന്ത്രിമാരാണ്. അവരുടെ ലെവലിലാണ് അതൊക്കെ പറയുന്നത്. റവന്യൂ വകുപ്പിൽ എന്ത് സംഭവിച്ചു, പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ പറയേണ്ടതാണ് ആ വകുപ്പിലെ മന്ത്രിയാണ്. അത് ആ ഒരു റോഡിലേക്ക് ഉദ്യോഗസ്ഥന്മാർ പോകുന്നതിനകത്ത് വലിയ കാര്യമില്ല. അവർ വളരെ ഔചിത്യം ദീക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. പിന്നെ ഇപ്പോൾ പല ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ മേലുദ്യോഗസ്ഥന്മാരെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ആദ്യം പറഞ്ഞ പത്രക്കാരോടല്ലേ. ഇങ്ങനെ ഒരവസ്ഥ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ IAS അസോസിയേഷൻ, ഞാനവരെ മലന്ന് കിടന്ന് തുപ്പുന്നവരുടെ കൂട്ടായ്മയെന്ന് ഞാനൊരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് രണ്ട് ഭാഗത്തും ന്യായങ്ങൾ കാണും. പരാതിയുള്ള 3-4 ഉദ്യോഗസ്ഥന്മാർ കാണും, അവരെക്കുറിച്ച് പരാതിയുള്ള ചീഫ് സെക്രട്ടറിയും കാണും. പക്ഷേ ഇതിനകത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ IAS ഉദ്യോഗസ്ഥനാണ്. കേരളത്തിലെ ഒരു പാരമ്പര്യം അനുസരിച്ച് അങ്ങനെയാണല്ലോ, പ്രായം വെച്ചല്ലോ ചീഫ് സെക്രട്ടറി. അദ്ദേഹം 5-6 മാസം കഴിഞ്ഞാൽ പെൻഷനായി പോകും. പക്ഷെ അദ്ദേഹം പെൻഷനാകുമ്പോൾ ഈ കസേര വീട്ടിൽ കൊണ്ടുപോകില്ല. ആ കസേര അവിടെ ഇരിക്കും, അതിൽ വേറൊരാൾ വന്നിരിക്കും. അപ്പോൾ ആ കസേരയുടെ ബഹുമാന്യത നിലനിർത്താൻ, അതിൻ്റെ അന്തസ്സ് നിലനിർത്താൻ അദ്ദേഹത്തിന് ചുമതലയുണ്ടതുപോലെ തന്നെ അതിൻ്റെ മാന്യത നിലനിർത്താൻ ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും ചുമതലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചീഫ് സെക്രട്ടറിയെക്കുറിച്ചുള്ള പരാതി ഉടനെ പത്രക്കാർക്ക് എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഭരത് ഭൂഷണെക്കുറിച്ചാണ് പരാതി. 6 മാസത്തിനകം റിട്ടയർ ചെയ്യാൻ പോകുന്ന ഭരത് ഭൂഷണെക്കുറിച്ചുള്ള പരാതി ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പത്രങ്ങളിലിട്ട് കളിക്കുമ്പോൾ ഭരത് ഭൂഷൺ ഇരിക്കുന്ന കസേരയിൽ ഇനി പുതിയ ഒരാൾ വന്നിരിക്കുമ്പോഴാണ് അതിൻ്റെ തലവേദന. അത് ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥന്മാർ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. സർവീസിൽ സത്യസന്ധതയും അതേപോലെ തന്നെ കാര്യക്ഷമതയും ഉള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടായാലും അല്ല, അത് പിന്നെ ഏത് സർക്കാർ ഉദ്യോഗസ്ഥനും ഒരു സിറ്റിംഗ് ഡക്കാണ്, വയൽ വരമ്പത്തിരിക്കുന്ന ഒരു ഇരണ്ടപ്പക്ഷിയാണ്, ആർക്ക് വേണേൽ വെടിവെക്കാം. അത് ഒരു വലിയ അളവർ അവരവരുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും. പിന്നെ സാഹചര്യങ്ങളെല്ലാം കൂടെ മോശമായിട്ട് വരുമ്പോൾ എല്ലാവരും കൂടെ തലയിൽ കയറും. ഇപ്പോൾ ഇവിടെ ഈ സോഫയിലെ കസേരയിലിരുന്ന് MKK നായർ സാറ് ഒരിക്കൽ എന്നോട് പറഞ്ഞതാണ്, അദ്ദേഹത്തിനെതിരായി സാക്ഷിമൊഴി കൊടുത്ത ആളുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരാളെക്കുറിച്ച് പറഞ്ഞു, അവൻ എന്താണ് എനിക്കെതിരായി മൊഴി കൊടുത്തതെന്ന് അറിഞ്ഞൂടെ, എന്നെക്കൊണ്ട് അവന് ഒരു ഗുണം ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹത്തെ ഗുണം ചെയ്ത് അദ്ദേഹത്തിന് കാര്യസാധ്യങ്ങൾ നടത്തിയവരാണ് എതിരായിട്ട് പോയത്. അതിപ്പോൾ ഒരാളുടെ ഒരു ബൈബിളിലൊരു വാക്യമുണ്ട്, നിൻ്റെ കഷ്ടകാലത്ത് നിന്നെ ഉപദ്രവിക്കാൻ ശത്രുവിനെ ഒരുക്കി നിർത്തുന്നത് ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് ഈശ്വരൻ പറയുന്നതായിട്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് സാധാരണഗതിയിൽ എല്ലാ ഗവൺമെൻറ്റും വരുമ്പോൾ പറയും ബോണഫൈഡ് ഡിസിഷൻസ് വിൽ ബി പ്രൊട്ടക്റ്റഡ്. അത് നെഹ്റുവും പട്ടേലും പണ്ട് പറഞ്ഞിട്ടുണ്ട്, മോഡി ഇപ്പോൾ ഈയിടെയും പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വേണ്ടത്ര ഫലപ്രദമായിട്ട് ഉപയോഗിക്കാത്ത സാഹചര്യങ്ങൾ വിരളമായിട്ട് വരും. ഇപ്പോൾ തോമസിൻ്റെ കേസിൽ, ഏബ്രഹാമിൻ്റെ കേസിലും ഉണ്ടായത് വളരെ വ്യക്തമായി നമുക്കറിയാം. MKKയുടെ കേസിലുണ്ടായി. MKKയുടെ കേസിൽ ഒരു കേസും ഉണ്ടായില്ല. അവസാനം പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ വെറുതെ വിട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, CBIക്ക് വക്കീലിന് കൊടുക്കാൻ കാശുണ്ടായിരുന്നു, ഞാൻ കയ്യിൽ നിന്നാണ് കൊടുത്തത്, എനിക്ക് തരണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി കാശ് കൊടുക്കാൻ പറഞ്ഞു. CBIയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനും ഈ കേസ് നടത്താനും എന്തുമാത്രം ചിലവ് വന്നു. അപ്പോൾ അവർ കണക്ക് കൂട്ടി എന്തൊരു 4.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. ആ കാലത്ത് സുപ്രീം കോടതി പറഞ്ഞു MKK നായർക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു CBI. അങ്ങനെയൊക്കെ ഉള്ള എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ തോമസിൻ്റെ കേസിൽ തോമസിന് എന്താ സംഭവിച്ചത്, തോമസ് ഒരു തീരുമാനമെടുത്തത് വളരെ ജൂനിയറായിരുന്ന അവസ്ഥയിൽ ആദ്യമായിട്ടൊരു വകുപ്പിൻ്റെ സെക്രട്ടറി ആകുന്ന സീനിയോറിറ്റി മാത്രമുള്ള കാലത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും, ഭക്ഷ്യമന്ത്രിയെ കണക്കാക്കേണ്ട അങ്ങാർക്കൊന്നും അതിൽ കാര്യം ഉണ്ടായിരുന്നില്ല, പിന്നെയും കാര്യമില്ലാന്ന് വെച്ചു അന്നത്തെ ഭക്ഷ്യമന്ത്രിക്ക്. ഈ 3 പേരെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കേസ്. അത് ഒരു സാഹചര്യം കൊണ്ട് ചെന്ന് കുടുങ്ങിപ്പോയതാണ്. ആ കേസ് നീണ്ടുപോയത് എന്തുകൊണ്ടാണ്, കരുണാകരൻ പോയൊരു സ്റ്റേ വാങ്ങിച്ചു. അതുകൊണ്ട് കരുണാകരൻ മരിക്കുന്നവരെ ആ സ്റ്റേ കിടന്നു. അതുകൊണ്ടാണ് ഈ കേസ് നീണ്ടത്, അല്ലെങ്കിൽ പണ്ടേ തീർച്ചയായും പോകണ്ടേ. പിന്നെ ഏബ്രഹാമിൻ്റെ കേസിൽ അത് ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഏബ്രഹാമിനെ പോലെ ഒരു സത്യസന്ധനും പ്രഗത്ഭനുമായൊരു ഉദ്യോഗസ്ഥൻ അല്ല നമ്മിൽ പലരുമാണെങ്കിൽ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ. എബ്രഹാം സെബിയിൽ ഡയറക്ടറായിരുന്നപ്പോൾ പറഞ്ഞത് ശരിയാണെന്നുള്ളതിൻ്റെ തെളിവാണ് അന്ന് എബ്രഹാം ആർക്കെതിരെ നിലപാടെടുത്ത് ആ മനുഷ്യൻ തിഹാർ ജയിലിൽ കിടക്കുക ഇപ്പോൾ. അപ്പം അതിനകത്തൊക്കെ എതിർപക്ഷത്ത് വളരെ ശക്തരായ ആളുകളാണ്. അതാരാ നമ്മളിപ്പോൾ പറയേണ്ട കാര്യമില്ല.
ആകെ ചെയ്യാൻ കഴിയുന്നത് ഈശ്വരനെ വിചാരിച്ചൊക്കെ പോവുക എന്നുള്ളതല്ലാണ്ട് ഇത് രണ്ടും സാധാരണഗതിയിലില്ല. പിന്നെ സാധാരണഗതിയിൽ വരാവുന്നൊരു അപകടമെന്ന് പറയുന്നത് മന്ത്രിമാരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് തെറ്റായ തീരുമാനങ്ങൾ നമ്മൾ എഴുതി കൊടുത്തിട്ട് കുപ്പിയിലായാലും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഫയലിൽ എഴുതാനുള്ളത് എഴുതുക തന്നെ വേണം. ആ ഇൻഡിപെൻഡൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് സംശയമൊന്നുമില്ല. അതൊക്കെ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അവർ ഒരു കസേരയോടും അവർക്കൊരു പ്രത്യേകമായ സ്നേഹം ഉണ്ടാകാതിരിക്കുകയും യാതൊരു കാരണവശാലും കൈകൾ പങ്കിലപ്പെടാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്താൽ ധൈര്യമായിട്ട് നിൽക്കാം. ഞങ്ങൾ IAS ട്രെയിനിങ് കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഞങ്ങളുടെ ഡയറക്ടർ അന്നൊക്കെ ICS ആരുള്ള കാലമാണല്ലോ, അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഈസ് ഫാർ ഈസിയർ ടു ഗെറ്റ് ഇൻ ടു IAS ദാൻ ടു ഗെറ്റ് ഔട്ട്. അതുകൊണ്ട് നിങ്ങളെ എളുപ്പത്തിലൊന്നും ആർക്ക് പിരിച്ചുവിടാൻ നിൽക്കില്ല. ഈ ഇത്ര 60 കൊല്ലത്തിനുള്ളിൽ എത്ര IAS പിരിച്ചുവിട്ടിരിക്കുന്നത്? ആകെ 13 പേരായിട്ടാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. അത് ഭയങ്കര പ്രൊസീജിയറല്ലേ പിരിച്ചുവിടണത്. ഒരുപാട് ഇൻകൺവീനിയൻസ് ഉണ്ടാക്കാം. ഒരുപാട് പോസ്റ്റുകൾ ട്രാൻസ്ഫർ ചെയ്യുകയോ അതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എക്സ്പ്ലനേഷൻ ചോദിക്കാം, മറുപടി എഴുതിപ്പിക്കാം, അതൊക്കെ ചെയ്യാം. പിരിച്ചുവിടാൻ ഒക്കില്ല. പിരിച്ചുവിടണമെന്നുണ്ടെങ്കിൽ ഇത് സകല പരിപാടിയും കഴിഞ്ഞ് എല്ലാ ലീഗൽ പ്രോസസ്സും കഴിഞ്ഞ് അവസാനം പോയിട്ട് DOPT അത് അംഗീകരിച്ച് എന്നിട്ട് PSCക്ക് പോയി PSC അത് അംഗീകരിച്ച് വീണ്ടും അവസാനം നിയമന ഉത്തരവ് ഒപ്പിടുന്ന രാഷ്ട്രപതി തന്നെ ഡിസ്മിസൽ ഉത്തരവ് ഒപ്പിട്ടാലേ ഇറങ്ങാനൊക്കെ ഉള്ളൂ. ആരെയും പേടിക്കേണ്ടവന് ധൈര്യമായിട്ടിരിക്കുക. അതാണല്ലോ IASൻ്റെ പ്രൊട്ടക്ഷൻ. അപ്പോൾ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ആ പ്രൊട്ടക്ഷൻ കളയുന്നവരുമുണ്ട്. അധികാരത്തിലിരുന്നു കൊണ്ട് പ്രതിപക്ഷ നേതാവിന് ഫയൽ ചോർത്തി കൊടുക്കുക ഒരാൾ സർവീസിലിരിക്കുമ്പോഴേ. ഈ സർവീസിലിരിക്കുന്ന IAS ഉദ്യോഗസ്ഥൻ പ്രതിപക്ഷത്തിൻ്റെ റോള് ജനാധിപത്യത്തിൽ കളിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രതിപക്ഷത്തെ പോലെ സൂക്ഷ്മതയോടുകൂടെ കാര്യം പറയേണ്ട സ്ഥലമുണ്ട് ഫയലിനകത്താണ്. ജനാധിപത്യത്തിലെ പ്രതിപക്ഷം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷമാണ്. അതിന് നമ്മൾ ഫയൽ രാത്രി ഒളിച്ചു കൊണ്ടുപോയി പ്രതിപക്ഷ നേതാവിനെ കാണിക്കുന്നത് ജനാധിപത്യത്തിലെ സിവിൽ സർവീസിൻ്റെ ഭാഗമേ അല്ല. സാറേ, ഞാൻ മുമ്പ് ഇവിടെ ആദ്യം വന്നത് ഈ വീട്ടിലാദ്യം വന്നത് ഒരു ദുഃഖകരമായ അവസ്ഥയിലാണ്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതൊരിക്കൽ വരുമ്പോൾ ഞാനൊരു ബോർഡ് കണ്ടു. ആ ബോർഡിൽ സാർ ആ ബോർഡിൽ സൂചിപ്പിച്ചിരുന്നത് ഇവിടെ ഞാനും ഈശ്വരനും മാത്രമാണ് എന്ന്. അപ്പോൾ മൂന്നാമത് ആ ബോർഡിന് ഒരു മാറ്റം വന്നിരിക്കുകയാണ്. എന്താണ് സാർ ജീവിതത്തിൽ ഈശ്വരൻ ഞാനും മാത്രമാണെന്നുള്ള ബോർഡ് വെച്ചത് ഇവിടെ ഇരിക്കേണ്ടതായിരുന്നു. ഇപ്പോഴേ ക്രിസോസ്റ്റം തിരുമേനിക്ക് അത് കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി. അതുകൊണ്ട് അദ്ദേഹം അത് എടുത്തുകൊണ്ട് പോയി. അപ്പം ഞാൻ പിന്നെ ബോർഡ് വെച്ചപ്പോൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞാൻ വേറെ ഒരെണ്ണം. ഇതിപ്പോൾ ഇപ്പോഴത്തെ ബോർഡിൻ്റെ ഒരു പ്രശ്നം അത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെക്കുറിച്ചൊക്കെയുള്ള സൂചിത കഥയൊക്കെ അറിയാത്തവർക്ക് അതിൻ്റെ മുഴുവൻ ഗുട്ടൻസ് മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഫലത്തിലിവിടെ വളരെ 14 വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഈ 14 വർഷം പക്ഷേ എന്നെ ഈ കേരള സമൂഹം എനിക്ക് ഒരുപാട് സ്നേഹം തന്നതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ നഷ്ടങ്ങളെക്കുറിച്ചും ഛേദങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് ചിന്തിക്കാനോ ആലോചിച്ചിരിക്കാനോ നേരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പറഞ്ഞാൽ ഞാനിപ്പോൾ 36 പുസ്തകം എഴുതി, ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട്. അതിലെനിക്ക് തോന്നുന്നത് 20 പുസ്തകങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് എഴുതി. ജ്യോതിഷം അറിയാവുന്നവർ അത് ബുധദശയാന്നൊക്കെ പറയും. അത് ദൈവത്തിൻ്റെ ഒരു കാര്യമാണ്. നമ്മൾ സമയം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ എഴുത്ത്, വായന, പ്രസംഗം, ഇതാണ് എൻ്റെ ഒരു ജീവിതം. ഒരു ദിവസം ഒരു ശരാശരി എടുത്താൽ ഞാൻ തിരുവനന്തപുരത്ത് മറ്റ് പരിപാടികളില്ലാതിരിക്കുന്ന ഒരു ദിവസം ഇപ്പോഴും 74ാമത്തെ വയസ്സിൽ ഞാൻ 10-12 മണിക്കൂർ ജോലി ചെയ്യും. പിന്നെ ഈ വീട്ടിൽ ഇപ്പോഴുള്ള നിശബ്ദതയെ എനിക്ക് 2 തരത്തിൽ കാണാം. ഒന്നുകിൽ അതിനെ ഒരു മൂകതയായിട്ട് കാണാം, അല്ലെങ്കിൽ അതിനെ ശാന്തതയായിട്ട് കാണാം. ഞാനിതിനെ മൂകതയായിട്ട് കാണുന്നില്ല. ശ്മശാന മൂകത എന്നുള്ള അന്തരീക്ഷത്തിലാണ് ഞാൻ ഈ വീടിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്കിൽ എൻ്റെ വിഷമം കൂടെ ഉള്ളൂ. ഞാനത് പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് ഈശ്വര സന്നിവേശിതമായ ഒരു ശാന്തത ആണ് ഇവിടെ അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോവും. പിന്നെ നിങ്ങളെ പോലെയൊക്കെയുള്ള നല്ല മനുഷ്യരെ കാണാൻ പറ്റും.
അതുകൊണ്ട് ഒറ്റപ്പെടലിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൂടെ താമസിക്കുന്ന ഒരു ഭാര്യ ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. ഈ ബൈബിൾ പറയുന്നതനുസരിച്ച് ദൈവം സൃഷ്ടികർമ്മം നിർവഹിച്ചപ്പോൾ താൻ സൃഷ്ടിച്ചതിനെ എല്ലാറ്റിനെയും കുറിച്ച് നല്ലതെന്ന് കണ്ടു എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. പുരുഷൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടു, അവനൊരു ഇണയെ കൊടുക്കേണ്ടതുണ്ട് എന്ന് കണ്ടു. അങ്ങനെ ഹവ്വായെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഭാര്യ കൂടെ ഇല്ലാതെയുള്ള ജീവിതം, കൂടെ താമസിക്കാതെയുള്ള ജീവിതം ഒരു പ്രാരബ്ധം തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അത് ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ജോലിയോടുള്ള പ്രതിബദ്ധത, വായന, എഴുത്ത്, പിന്നെ ഈശ്വര വിചാരം, കുറച്ചൊക്കെ നർമ്മബോധം കൊണ്ടൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോകുമ്പോൾ ഞാൻ പതിവായി ഇ വി കൃഷ്ണയുടെ കവിത കേസെടുത്ത് വായിച്ചിട്ട് ഒറ്റയ്ക്ക് ഉറക്കച്ചിരിക്കും. ഞാനും ഇടയ്ക്കിടയ്ക്ക് വായിക്കും കവിത കേസ്. 1930 കവിത കേസിന് അതിന് അച്ചാർ. ഇപ്പം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ചോറ് പിക്കിളെടുത്ത് വന്നപ്പോൾ എൻ്റെ സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞു, അയാളുടെ കവിതയ്ക്കകത്ത് അച്ചാറെന്നും വച്ചാറെന്നും ഇയാളെ ദ്വിതീയാക്ഷര പ്രാസം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഈ തമിഴൻ മുൻസിപ്പ് പറയുന്നത് അച്ചാറൻ വച്ചാർ ആർ ഓബ്വിയസ്ലി സിറിയൻ ക്രിസ്ത്യൻ ലേഡീസ്. എന്നിട്ട് കുങ്കുമട്ടി മറ്റേ ഏതോ ഒരു പൊട്ടിനെ കുറിച്ച് എന്നൊരു വാക്കുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് ദ ഹിന്ദു ഫ്രണ്ട്. സാറിനോടൊപ്പം ഇത്രയും നേരം ഒരു സമയം ചെലവഴിക്കാൻ കിട്ടിയത് എനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്, സർ.